ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 സാമുവേൽ 2-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ഹന്നായുടെ കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. 2. എൻ്റെ ഹൃദയം ആരിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: കർത്താവിൽ. 3. അധരം പരിഹസിക്കുന്നത് ആരെ? ഉത്തരം: ശത്രുക്കളെ. 4. എൻ്റെ ശിരസ് ആരിൽ ഉയർന്നിരിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം: കർത്താവിൽ. 5. കർത്താവിൻ്റെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത് ആര്? ഉത്തരം: ഹന്ന. 6. ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവിനെ പോലെ. 7. മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ഉത്തരം: അഹന്തയോടെ. 8. നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ? ഉത്തരം: ഗർവ്. 9. അവിടുന്ന് വിലയിരുത്തുന്നത് എന്താണ്? ഉത്തരം: പ്രവൃത്തികൾ. 10. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത്? ഉത്തരം: ആഹാരത്തിനു വേണ്ടി. 11. നമ്മുടെ ദൈവത്തെപ്പോലെ സുസ്ഥിരമായ എന്തില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: ഒരു ആശ്രയം. 12. ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഉത്തരം: വീരന്മാരുടെ. 13. ആരാണ് സംതൃപ്തി അടയുന്നത്? ഉത്തരം: വിശപ്പ് അനുഭവിച്ചിരുന്നവർ. 14. 7 പ്രസവിക്കുന്നത് ആര്? ഉത്തരം: വന്ധ്യ. 15. നിരാലംബയാകുന്നത് ആര്? ഉത്തരം: സന്താന സമ്പത്തുള്ളവൾ. 16. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: കർത്താവ്. 17. ദരിദ്രനെ കർത്താവ് എവിടെ നിന്ന് ഉയർത്തുന്നു? ഉത്തരം: ധൂളിയിൽ നിന്ന്. 18. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? ഉത്തരം: അഗതിയെ. 19. ദരിദ്രനെയും അഗതിയെയും പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി എന്തിന് അവകാശികളാക്കുന്നു? ഉത്തരം: ഉന്നത സ്ഥാനങ്ങൾക്ക്. 20. ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ്? ഉത്തരം: കർത്താവിൻ്റേത്. 21. ഭൂമിയുടെ അടിത്തൂണിൽ എന്തിനെയാണ് അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: ലോകത്തെ. 22. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? ഉത്തരം: തൻ്റെ വിശ്വസ്തരുടെ. 23. അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആര്? ഉത്തരം: ദുഷ്ടന്മാർ. 24. എന്തിനാൽ ആരും പ്രബലനാകുന്നില്ല എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം: ശക്തിയാൽ. 25. കർത്താവ് ഛിന്നഭിന്നമാക്കുന്നത് ആരെ? ഉത്തരം: പ്രതിയോഗികളെ. 26. ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? ഉത്തരം: പ്രതിയോഗികൾക്കെതിരെ. 27. അവിടുന്ന് ആർക്കാണ് ശക്തി കൊടുക്കുന്നത്? ഉത്തരം: തൻ്റെ രാജാവിന്. 28. ആരുടെ ശിരസ്സുയറുമാറാക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: തൻ്റെ അഭിഷിക്തൻ്റെ. 29. 1 സാമുവേൽ 2:11 പ്രകാരം എൽക്കാന എവിടേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്? ഉത്തരം: റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക്. 30. ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം: കർത്താവിന്. 31. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ്
കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ. 32 ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും. 33 പുരോഹിതന്മാർക്ക് ആരിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത്? ഉത്തരം ജനങ്ങളിൽ നിന്ന്. 34 പാകം ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് പുരോഹിതൻ്റെ ഭൃത്യൻ മാംസം എടുത്തിരുന്നത് എപ്രകാരമാണ്? ഉത്തരം മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ. 35 മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവരോട് പുരോഹിതൻ്റെ ഭൃത്യൻ എന്തു പറയുമായിരുന്നു? ഉത്തരം പുരോഹിതനു വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക എന്ന്. 36 പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആര്? ഉത്തരം പുരോഹിതൻ. 37 ഏലിയുടെ പുത്രന്മാരുടെ പാപം ആരുടെ സന്നിധിയിൽ ഗുരുതരമായി തീർന്നു? ഉത്തരം ദൈവസന്നിധിയിൽ. 38 കർത്താവിനുള്ള അർച്ചനയെ അശ്രദ്ധയോടെ വീക്ഷിച്ചത് ആര്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 39 സാമുവൽ ധരിച്ചിരുന്ന വസ്ത്രം. ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 40 സാമുവലിൻ്റെ അമ്മ വർഷം തോറും ബലിയർപ്പിക്കാൻ പോയിരുന്നത് ആരോടൊത്താണ്? ഉത്തരം ഭർത്താവിനോടൊത്ത്. 41 സാമുവലിന് ചെറിയ ഉടുപ്പ് ഉണ്ടാക്കിക്കൊടുത്തിരുന്നത് ആര്? ഉത്തരം അവൻ്റെ അമ്മ. 42 1 സാമുവൽ 2:20 പ്രകാരം സാമുവലിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം കർത്താവിന് സമർപ്പിച്ച കുട്ടി. 43 കർത്താവിന് സമർപ്പിച്ച കുട്ടിക്ക് പകരം ദൈവം എന്ത് നൽകട്ടെ എന്നാണ് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചത്? ഉത്തരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ. 44 ബാലനായ സാമുവൽ വളർന്നു വന്നത് എവിടെ? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിൽ. 45 എവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്താണ് ഏലിയുടെ പുത്രന്മാർ ശയിച്ചിരുന്നത്? ഉത്തരം സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ. 46 നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് ഏലി പറഞ്ഞത് ആരോടാണ്? ഉത്തരം പുത്രന്മാരോട്. 47 മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഏലി. 48 മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും? ഉത്തരം ദൈവം. 49 1 സാമുവൽ 2:26 പ്രകാരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത് ആര്? ഉത്തരം ബാലനായ സാമുവൽ. 50 1 സാമുവൽ 2:27 പ്രകാരം കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ആർക്ക്? ഉത്തരം ഏലിയുടെ പിതാവിൻ്റെ കുടുംബക്കാർക്ക്. 51 കർത്താവ് ഏലിയുടെ പിതൃഭവനത്തിന് എന്തെല്ലാം കൊടുത്തു? ഉത്തരം ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം. 52 ബലികളെയും കാഴ്ചകളെയും ഏലി എങ്ങനെ നോക്കുന്നു എന്നാണ് കർത്താവ് കുറ്റപ്പെടുത്തിയത്? ഉത്തരം ആർത്തിയോടെ. 53 എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത്? ഇത് ചോദിച്ചത് ആരോട്? ഉത്തരം ഏലിയോട്. 54 താൻ ആരെ ആദരിക്കും എന്നാണ് കർത്താവ് പ്രഖ്യാപിച്ചത്? ഉത്തരം തന്നെ ആദരിക്കുന്നവരെ. 55 തന്നെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം നിന്ദിക്കപ്പെടും. 56 വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം
ആരുടെ ശക്തി ക്ഷയിപ്പിക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഉത്തരം: നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും. 57. പ്രായം ചെന്നവരായി മേലിൽ ആരും അവിടെ ഉണ്ടാവുകയില്ല. എവിടെ? ഉത്തരം: ഏലിയുടെ കുടുംബത്തിൽ. 58. എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ആരെ വിച്ഛേദിക്കുകയില്ല എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഉത്തരം: നിങ്ങളിൽ ഒരുവനെ. 59. ഏലിയുടെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് 2:33 പറയുന്നത്? ഉത്തരം: വാളിനിരയാകും. 60. തനിക്ക് വേണ്ടി ആരെ തിരഞ്ഞെടുക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഉത്തരം: വിശ്വസ്തനായ ഒരു പുരോഹിതനെ. 61. തൻ്റെ വിശ്വസ്തനായ പുരോഹിതൻ എപ്രകാരം പ്രവർത്തിക്കും? ഉത്തരം: കർത്താവിൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച്. 62. ആരുടെ കുടുംബത്തെയാണ് കർത്താവ് നിലനിർത്തുന്നത്? ഉത്തരം: വിശ്വസ്തനായ പുരോഹിതൻ്റെ. 63. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്തിനു വേണ്ടി അവനോട് യാചിക്കും? ഉത്തരം: ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി. 64. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. അദ്ധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: 1 സാമുവേൽ 2:30. 65. നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല. അദ്ധ്യായവും വാക്യവും ഏത്? ഉത്തരം: 1 സാമുവേൽ 2:32. 66. ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്ത് യാചിക്കും? ഉത്തരം: ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന്.